ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെനു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് സഫാൻ്റെ പെരക്കേക്ക് പോവാണ്. കുറേ നാൾക്ക് ശേഷം, അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 months കഴിഞ്ഞിട്ടാണ് നമ്മൾ സഫാൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര മിസ്സിങ് ആയി, വീട്ടുകാരൊക്കെ ഭയങ്കര മിസ്സായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകണം. ഏകദേശം സമയം വരുന്നത് രാവിലെ നമ്മൾ മോർണിംഗ് 5 മണിക്ക് ആറ്റം നമ്മൾ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങി. വണ്ടി കുറേ ലേറ്റായി. ഇത് ഏകദേശം കയറിയത് 8 something എന്തോ ആണ് ഈ ട്രെയിൻ നമ്മൾ യാത്ര സ്റ്റാർട്ടായത്. നമ്മൾ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ സമയം പോസ്റ്റായി. അതിന് ശേഷം ട്രെയിനിൽ നല്ല വിശന്ന് ഫുഡ് വാങ്ങിച്ചു വെച്ചത് നമ്മള് ട്രെയിൻ പെട്ടെന്ന് വന്നപ്പോൾ മിസ് ചെയ്ത് ഇട്ടിട്ട് പോകുന്നു. അതായത് നമ്മളെ മസാല ദോശയും ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, ആ ട്രെയിൻ പെട്ടെന്ന് വന്ന് ആ ഉറക്ക് പിച്ചിൽ നല്ല ഉറക്കിൻ്റെ ക്ഷീണമെല്ലാം ആയതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ച ഫുഡ് അവിടെ മറന്നുപോയി. കുറേ ലഗേജ് ഉണ്ടായിരുന്നു, ഒരു 3-4 ലഗേജ് ഉണ്ടായിരുന്നു, 2 വെയിറ്റ് ഉള്ളത് തന്നെ. അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ ഈ ലഗേജും പിന്നെ അങ്ങാടിയുള്ള ബ്ലൂ കളർ ലഗേജൊക്കെ നമ്മളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറന്നുപോയി ഫുഡ്. അതുകൊണ്ട് ട്രെയിനിൽ ജസ്റ്റ് ചായയും വടയൊക്കെ കഴിച്ച് അപ്പൊ അടക്ക് കരഞ്ഞിക്കട്ടെ നോക്ക്. അങ്ങനെ നാട്ടിലെത്തിയിട്ട് എങ്ങനെയുണ്ട് പറയും. എങ്ങനെയുണ്ട്? ഹാപ്പിനെസ് ഉണ്ടോ? അതെ, അനിയത്തിമാരാണെങ്കിൽ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ വാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇത്. അപ്പൊ വിഷമാവും. സർപ്രൈസ് ആയിട്ട് ചെല്ലുമ്പോ നല്ല ഉണ്ടാവും. ഇനി കുറച്ച് ദിവസം വേഗം പോകും ദിവസം. പിന്നെ ഇനി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും വിഷമം. ആ മേനു മാസ്ക് ഇട്ടല്ലേ, കൊള്ളാം. ഫസ്റ്റ് നമുക്ക് താടി മീനാന്ന് സഫാവ് ഞാനെത്തിട്ട് കട്ട് ചെയ്തോണ്ട് ബ്യൂട്ടി പാർലറിൽ കയറിയിട്ടൊന്ന് സെറ്റ് ചെയ്യണം. ഓ ഗായ്സ്, നമ്മുടെ ആലുവ ഇതിലെന്തോരം ഞാൻ നടന്നിട്ടുള്ളതാ. നമ്മളെ കൂട്ടം വണ്ടി വന്നിരിക്കുന്നു. നമ്മളെ കൂട്ടം വണ്ടി വന്നിട്ടുണ്ട്. മാറിക്കാൻ വണ്ടി പോട്ടെ. ജസ്റ്റ് താടിയെല്ലാം കട്ടാക്കിട്ട് വരാം. ഓക്കേ. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടോ, കൊറേ കാലത്തിന് ശേഷം ഈ സ്ഥലമെല്ലാം കാണുമ്പോ എങ്ങനെയുണ്ട്? എന്താണ് ഫീല്? ആ ഒരു ഒറ്റക്ക് പറഞ്ഞതാ, എന്താണ് ഫീൽ? എന്നാലും ഒന്ന് മുഖത്ത് എന്റെ മുഖത്ത് നോക്കിട്ടൊന്ന് അറിയാൻ വേണ്ടിട്ടാ. കേക്കുന്നില്ല? സന്തോഷമുണ്ട്. ആ പിന്നെ വേറൊന്നുമില്ല പറയാൻ. അയ്യടാ, യൂബർ ഓടിക്കാവാ. ബ്യൂട്ടി പാർലർ എവിടെയുള്ള? കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വിചാരിച്ചു ഗൈസ്. അപ്പം നമുക്ക് എല്ലാത്തുനിന്നും കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാം. എല്ലാത്തുനിന്നും കുറച്ച് വാങ്ങിക്കോ. ആ വെള്ള സാധനമായിട്ടൊന്ന് ഉറങ്ങിന്.
നമ്മൾ ആപ്പിൾ വാങ്ങിച്ചു, ബനാന വാങ്ങിച്ചു, രണ്ട് ടൈപ്പ്, കുഞ്ഞിലും വലുതും. പിന്നെ ഗ്രേപ്സ് വാങ്ങിച്ചു, ഓറഞ്ച് വാങ്ങിച്ചു, അനാർ വാങ്ങിച്ചു, വാട്ടർമെലൺ വാങ്ങിച്ചു, പപ്പായ വാങ്ങിച്ചു. പിന്നെ എന്താ ഡ്രാഗൺ ഫ്രൂട്ട്, ഡ്രാഗൺ. 2 ഓവറിലേക്ക്. മഴയായി ഗൈസ്. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ മഴ, എവിടെ വന്നാലും മഴ. ഐശ്വര്യം. ആ ഓട്ടോ കിട്ടി കയറാം. ആ അവിടെ ഈ സാധനങ്ങൾ നീക്കിയിട്ടിരുന്നോ? ഓക്കെ. ചിലപ്പോ നമ്മൾ മേടിക്കണ മിഠായി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓൾറെഡി നബിയിൽ കൊണ്ടുവന്ന കുറെ മിഠായി ഉണ്ട്. അത് ഈ കവറിലുണ്ട് കുറെ. അവിടെ അത് കൂടാണ്ട് വേറെ. A few moments later. ഓള് രാത്രി വന്ന ഓളെ കണ്ടില്ലേ? സന്തോഷാവൂലേ? ഹാപ്പി ആയില്ലേ? അല്ലേ? ഉറപ്പല്ലേ? ഇന്ന് രാത്രി പോവാ. ഇന്ന് രാത്രി പോവല്ലോ. പുറത്തേക്കല്ല, നാട്ടിലേക്കാ പറഞ്ഞത്. അപ്പൊ മേനൂന്റെ താടി കുറച്ച് ഷേപ്പ് ചെയ്യാണ്ട് അന്ന് വെറുതെ ഞാൻ കോളാക്കി ഇതാക്കിട്ടല്ലേ. കോളാക്കിട്ട് നമ്മളെന്നെ എടുത്തല്ലേ. അപ്പൊ നമുക്ക് ഹെയർ ഒന്ന് ഇതാക്കാം. നീ ഇത് വണ്ടിന്റെ പേരിക്ക് അറിയില്ല. എടാ ഓനാക്കുന്ന ഫോട്ടോ നോക്ക്. മോള് A few moments later. കഥയിലെ രാജകുമാരൻ ഇതല്ല ആ വഴി, ആ റെഡ് ഓടാണ്. ഗൈസ്, നമ്മൾ അനിയത്തിനെ വിളിക്കാൻ പോവാണ്. അവൾക്ക് സർപ്രൈസ് കൊടുക്കുന്നു. അപ്പൊ ഉമ്മച്ചി വിളിച്ചിട്ട് അവളുടെ അടുത്ത് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ തന്നെ അവള് ചോദിച്ച് ആ ഒരു കാര്യങ്ങളെല്ലാം വിട്ടല്ലേ. ഞാൻ പറഞ്ഞ സംബന്ധിച്ചിട്ടുണ്ടെങ്കില് നമ്മളിവിടെ വന്നു കഴിഞ്ഞ ശേഷം ഹെയർ കട്ട് ചെയ്യാൻ പോയില്ലേ. ഹെയർ കട്ട് ചെയ്യാൻ പോയതിന് ശേഷം നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോകുമ്പോ ഒരു ചെറിയ വീഡിയോ എടുത്തിനല്ലേ. അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം അവളെ സിസ്റ്റർ പുറത്താണുള്ളത്. അപ്പൊ സിസ്റ്റർക്ക് അറിയില്ല നമ്മൾ വരുന്ന കാര്യം. അപ്പം ഒരു സിസ്റ്റർ ബാക്കിലുണ്ട്. അപ്പൊ ഒരു സിസ്റ്ററെ വിളിക്കാൻ പോകണം. അപ്പൊ അവള് ഉമ്മച്ചി വിളിച്ചപ്പോ തന്നെ അവള് ചോദിച്ച് ഇങ്ങനെ ഞാൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിക്കണം. അവള് എക്സ്പെക്ട് ചെയ്യണുണ്ടാവുമായിരിക്കും ഞാൻ വരും. സീറ്റെല്ലാം ഇങ്ങനെ മാറടേ. നേരെ ഇരിക്കട്ടെ. അവള് കൊറേ നേരം വെയിറ്റ് ചെയ്തിരിക്കണേ.
എന്ത് ചെയ്യാന് ഇവിടെ കുളിക്കാൻ 1 മണിക്കൂർ മേക്കപ്പ് കുളിക്കലേ ഇല്ല സത്യാവസ്ഥോളമായി വന്നില്ലേ. വേനോടെ താടി കട്ട് ചെയ്തപ്പോ ചൂടുവെള്ളം വേണം, തണുപ്പ് പറ്റൂല, തൊണ്ടൻ. അതൊന്നല്ല ഗൈസ്, ഒന്നല്ല. ഞാൻ ചൂടുവെള്ളാക്കാൻ പറഞ്ഞ നല്ല തണുക്കുന്നു, കുളിക്കാൻ മടിയാണ് എല്ലാം പറയുന്നതിന് എന്താ ആ സമയത്ത് മടിയായത്. പിന്നെ ഞാൻ എന്താക്കി ഇതിലവളുണ്ടാവൂല പക്ഷെ ബസ് കൊണ്ടല്ലോ കൊറേ കഴിഞ്ഞിട്ടായിരിക്കും പോണത്. അവിടെ എന്തോ മരം വീണിട്ട് ബസ് ബ്ലോക്ക് ആയി. എന്നിട്ട് വേനു കുളിച്ച് ഡ്രസ് ചെയ്ത് അത് കണ്ടറിയാം ആരാ കൂടുതല് റെഡിയായി മേക്കപ്പ് ഇട്ടിരിക്കണേ. നമ്മള് അങ്ങനെ മേക്കപ്പ് ഒന്നും ഇടല്ല ഗൈസ്, ഓൺലി പൗഡർ ആൻഡ് ലിപ് ബാം. പൗഡർ ആരും യൂസ് ചെയ്യാറന്നില്ല ഇപ്പൊ. പൗഡർ വന്നിട്ടാണ് ഞങ്ങക്ക് ഇടാൻ. പാവം പൗഡർ ഇട്ടില്ല, ഇട്ടെന്ന് പറഞ്ഞിട്ട് ഓർമ്മയില്ല. പൗഡർ ഇടാണ്ട് തന്നെ ഞാൻ ഇത്ര സുന്ദരൻ. പൗഡറും കൂടി ഇട്ടെങ്കിൽ എന്തായിരിക്കും ഗൈസ്? സുന്ദരനും സുശീലനും. ഇതെന്താ ബസ് അത് ഫുള്ള് ബ്ലോക്ക് ആയപ്പോ ബസ്സുകളെല്ലാം ഒന്നിച്ചായിട്ടുണ്ടാവും. കുഞ്ഞു വണ്ടികളൊക്കെ വേഗം പോയിട്ടുണ്ടാവും. അല്ലാക്കി ബ്ലോക്ക് സ്റ്റേ അല്ല, ഞാൻ കുത്തി തെറിപ്പിക്കും. പറക്കണ്ട ചിറകണ്ടേന് ആ വണ്ടി ലൈറ്റ് അടിച്ച് പോലാന്നല്ല അവിടെ നിൽക്കാൻ അമ്മ നിക്കൊന്നും ചെയ്യില്ല, പുണ്ണാക്ക് നിക്കുന്നത്. അഹങ്കാരം കാണിച്ച ഒരുത്തം വരുന്നുണ്ട് അവിടെ നിന്നോളെ. അതൊന്നും മറ്റു കാര്യമില്ല ഗൈസ്. ഞാൻ കൊച്ചിയാണെങ്കിലും കാസർഗോഡ് ആണെങ്കിലും ഡ്രൈവിംഗ് ഒരേപോലെ. വേനുന്റെ മുഖത്ത് ഈ സാധനം കിടന്ന് ആടാണ്. നമുക്ക് എക്സ് ഒന്നും വേണ്ടപ്പാ. അപ്പൊ നമുക്ക് അവളവിടെ എത്തിയിട്ട് സർപ്രൈസ് ആയിട്ട് കാണാം. അങ്ങോട്ട് നടന്നോയാ? വെള്ള ഉടുപ്പാണ് ഇവിടെ ഇല്ല. ഇടി അവളെ വിളിച്ചു നോക്കിയേ. ഈ ബസ് സ്റ്റോപ്പ് തന്നെയാണോ? ആ വേറെ ബസ് സ്റ്റോപ്പിലാ. ആ ഈ ബസ് സ്റ്റോപ്പ് ആയിരിക്കും. സർപ്രൈസ് ഫ്ലോപ്പായി. നേരെ 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 ആ ബ്ലാക്ക് കാർ എടുത്ത് കൂടെ പോയിക്കോ. കാണില്ല. ഇപ്പോൾ അടുത്ത ബസ് വീട്ടിൽ പോയി തോന്നാണ്. ആ നേരെ പോവാ. Tomorrow, day 2, day 3, day 4. കാണുമ്പോ തന്നെ ഞാൻ പറയാം. അപ്പൊ വീഡിയോ ഓണാക്കിക്കോ. നിക്കണ്. ആ വീഡിയോ ഓണാക്കി. ഓ വീഡിയോ ഓണാണ്. കണ്ട് വേനോനെ കണ്ട് വേന ചിരിക്കല്ലേ അറിയാത്ത പോലെ. നമ്മൾ രാവിലെ ഫുള്ള് മാച്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത് മാച്ച് ആക്കാൻ വേണ്ടിട്ട് സെയിം കളർ കിട്ടുന്നില്ല. ഏകദേശം സെയിം അല്ല. ഇതിട്ടിട്ട് നമ്മൾ മഴയും ഡ്രൈവ് പോകും രാത്രി. പാങ്ങില്ലേ? അല്ലേ നല്ലുണ്ട്. മാച്ചാക്കാൻ പറ്റും.
ആന്റി സന്തോഷമാണ്. ആ കീച്ചേനല്ലേ പൊട്ടിപ്പോയത്. ആ വീഡിയോയാണ്. എന്തെന്ന് എന്തെന്ന് അൺബോക്സിംഗ് വീഡിയോ വേറെ. ആ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ഇത് ഫ്രൈഡ് റൈസ് ഉണ്ട്. സോറി മേലുനെന്താ ജ്യൂസ്? ഇത് ഐസ്ക്രീം അല്ലേ? ഷെയ്ക്കാണ്. എനിക്ക് ഡ്രിങ്ക്സ് വലിച്ചു കുടിക്കാൻ തോന്നിയായിരുന്നു. മോഹിച്ചോ അത് വേണ്ട. സാധാ ജ്യൂസ്. എടി ഇത് മതിന്ന് പറ. അടി ഇത് മതിന്ന് പറ. ഞാൻ കുടിച്ചല്ല. ബ്ലാക്ക് കറന്റ് മതിന്ന് പറ. ബ്ലാക്ക് കറന്റ് ടേസ്റ്റ് ഇല്ലാത്ത. അന്നാ നിക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബ്ലൂബെറി മതിന്ന് പറ. അല്ലെങ്കിൽ വാട്ടർമെലൻ മതി. ഈ ബ്ലൂബെറി ക്യാൻസൽ ചെയ്തിട്ട് വാട്ടർമെലൻ എന്താന്ന്? എല്ലാം വരട്ടെ. എന്റെ അത് വന്നു ഗൈസ്. എല്ലാം വന്നിട്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓർഡർ ചെയ്താ അത് ഇതിൽ സ്കാൻ ചെയ്താൽ മതി. ക്യാമറ സ്കാൻ ചെയ്താൽ ഡയറക്റ്റ് ഉള്ളിലേക്ക് മേനു മേനു എടുത്തട്ടെ ഇവിടുന്ന്.